മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലക്ഷ്മിയുടെ അടുത്ത ഒരു ഫ്രണ്ടാണ് ഇപ്പോൾ ആര്യൻ. ലക്ഷ്മിയും ആര്യൻ തമ്മിൽ ഇപ്പോൾ ചെറിയ ബോണ്ടൊക്കെ ഉണ്ട്. എന്നാൽ ഇപ്പോൾ ആര്യനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ലക്ഷ്മി. രാവിലെ ആദില ടീം തിരിച്ചിരുന്നു. ആ സമയത്ത് ലക്ഷ്മിയും ആര്യനും കിച്ചൺ ടീമിലുള്ളതാണ്. എല്ലാ ടീമും തിരിച്ചതിന് ശേഷം പെട്ടെന്ന് ലക്ഷ്മി എഴുന്നേറ്റ് നിന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയുന്ന ഒരു കാര്യം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആര്യൻ എൻ്റെ ഒപ്പം ഈ ആഴ്ച കിച്ചൺ ടീമിലാണ്. ആര്യൻ്റെ സ്വഭാവം എനിക്കിഷ്ടമല്ല. ആര്യൻ ഡബിൾ മീനിങ്ങിൽ സംസാരം കൂടുതലാണ്. ഇത്രയും ദിവസം ഞാൻ ആര്യനെ ഭീഷണിപ്പെടുത്തി വെച്ചത് ആര്യൻ്റെ അമ്മ വരുമ്പോൾ പറയുമെന്നായിരുന്നു. എന്നാൽ ഇനി അത് നടക്കില്ല. എനിക്ക് ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്നത് ഇഷ്ടമല്ല. കിച്ചണിൽ അങ്ങനത്തെ ഒരു സംസാരമൊന്നും പാടില്ല എന്ന് കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റനായ ലക്ഷ്മി പറയുന്നു. ഉടനെ ആര്യന് ദേഷ്യം വരുന്നു. ആര്യൻ ദേഷ്യപ്പെടുന്നുണ്ട്. ഈ ഒരു പ്രശ്നം അക്ബറും ഏറ്റുപിടിക്കുകയാണ്. എന്നിട്ട് അക്ബർ പറയുന്നത്, ആര്യൻ എന്താ സ്കൂൾ കുട്ടി വല്ലതാണോ? അമ്മ വരുമ്പോൾ പറയും, അച്ഛൻ വരുമ്പോൾ പറഞ്ഞു കൊടുക്കുമെന്നൊക്കെ പറയാൻ. അവൻ 10-23 വയസ്സായ ഒരു പുരുഷനാണ്. അതുമല്ല, ഇവിടെ വേറെ ആർക്കും അവൻ്റെ പേരിൽ അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് ഇല്ലല്ലോ. പിന്നെ എന്താണ് ലക്ഷ്മിക്ക് മാത്രം അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അക്ബർ ചൂടാകുന്നു. സത്യം പറഞ്ഞാൽ പലരും ആര്യൻ ഡബിൾ മീനിങ് സംസാരിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് നേരത്തെ. പക്ഷേ അക്ബർ ഇപ്പോൾ പറയുന്ന സമയത്ത് ആരും മിണ്ടുന്നില്ല. കാരണം എല്ലാവരും ലക്ഷ്മിക്ക് എതിരാണ്. ഷാനവാസ് ഒക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. പിന്നെ ലക്ഷ്മിയുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലും തമ്മിൽ ഒരു വഴക്കുണ്ടാക്കിയാൽ അവരെ സപ്പോർട്ട് ചെയ്ത് അതിനകത്തേക്ക് വരും. അതുമല്ലെങ്കിൽ സ്വയമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ എതിർവശത്തുള്ളവരെ എന്തെങ്കിലും പറഞ്ഞാൽ നൈസായിട്ട് അവിടുന്ന് ഒഴിവായി സ്കൂട്ടായി പോകും. ഇവിടെയും അതുതന്നെയാണ് നടന്നത്. ലക്ഷ്മി വലിയ ആളാവാൻ നോക്കിയതാണ് ആര്യനെതിരെ ഇങ്ങനൊരു ആരോപണവുമായി. പക്ഷേ അക്ബറും ഷാനവാസും ഒക്കെ ആര്യന് സപ്പോർട്ടായി വന്നപ്പോൾ ലക്ഷ്മി വായടച്ച് മിണ്ടാതിരുന്ന് നൈസായി സ്ക്യൂട്ടായിട്ടുണ്ട്. ലക്ഷ്മി കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റനാണ്, അതൊക്കെ ശരിയാണ്. അപ്പോൾ കിച്ചണായിട്ടോ അല്ലെങ്കിൽ കുക്കിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ട എന്തെങ്കിലും സജഷനാണ് ഇങ്ങനെ ലിവിങ് ഏരിയയിൽ ഇരിക്കുമ്പോൾ എല്ലാവരുടെ മുമ്പിൽ വെച്ചും പറയേണ്ടത്. അല്ലാതെ ഒരാളുടെ സ്വഭാവത്തെക്കുറിച്ചോ അയാളുടെ സ്വഭാവം ഇഷ്ടമില്ലാത്ത കാര്യത്തെക്കുറിച്ചോ അല്ല. അതൊക്കെ നോക്കാനാണ് അവിടെ ഹൗസ് ക്യാപ്റ്റൻ ഉള്ളത്. എന്തായാലും വലിയ ആള് കളിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്ന് കാര്യം പറഞ്ഞതാണ്. പക്ഷെ ഒന്നും നടന്നില്ല. ആദ്യം തന്നെ അത് പൊളിച്ചടുക്കി കൈ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.